എനിക്ക് GLA ആയിരുന്നു പ്രിഫർ, കാരണം അതിനപ്പുറത്തേക്ക് എനിക്ക് ചിന്തിക്കാൻ വയ്യ. ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെയും തരുതരാം, കാരണം ആ ഒരു ക്വാളിറ്റി കിട്ടത്തില്ല. പക്ഷേ ഇതിന് ഫ്യൂവിൻ്റെ ചിലവ് കുറവാണെങ്കിലും ഇതിൻ്റെ ടയറിൻ്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ ഒരു കൊച്ചിയിലുള്ള ഒരാൾക്ക് കോഴിക്കോടൊക്കെ സുഖമായി പോയി വരാം, ചാർജേ ചെയ്യണ്ട. ബാക്ക് സീറ്റ് ഒട്ടും കംഫർട്ടബിൾ അല്ല. ഫീച്ചേഴ്സ് ലോഡ് എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു 21 ലക്ഷം 30 ലക്ഷം രൂപയുടെ സാധാരണ വണ്ടിക്കകത്ത് ഈ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. പെട്രോളിൽ ലാഭിക്കുന്ന പൈസ അതിലായി. അപ്പോൾ അതൊക്കെ പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലെ അതിഥി എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ജോസാറാണ്. ജോസാറ് വർഷങ്ങളായിട്ട് ഒരു വ്യാപാര മേഖലയിൽ നിൽക്കുന്ന ആളാണ്. പാലായിലുള്ള MC മാർബിൾസിൻ്റെ MDയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ജോസാറിനെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ EQ250യുടെ വിശേഷങ്ങൾ അറിയാം. സാറേ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സാറേ, എന്നാണ് വിശേഷങ്ങളൊക്കെ? സുഖം തന്നെ. അപ്പോൾ നമ്മുടെ EQ250 ഇപ്പോൾ എടുത്തിട്ട് എത്ര നാളായി വണ്ടി? ഇപ്പോൾ എടുത്തിട്ട് ഏകദേശം 5 മാസമായി. 5 മാസം കഴിഞ്ഞു. 5 മാസം കഴിഞ്ഞു. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞല്ലേ? ഫസ്റ്റ് സർവീസ് കഴിഞ്ഞില്ല, ഒരു ഫ്രീ ചെക്കപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സർവീസ് 20,000-നാണ്. 20,000-നാണ്. ഒരു ഫ്രീ ചെക്കപ്പ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതിവിടെ അടുത്ത് നമ്മൾ ഏറ്റുമാനൂർ പോയിട്ട് അവിടെ പുതിയ ഷോ ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ജസ്റ്റ് ചെയ്തു. അതിനകത്ത് വെറുതെ ഒരു എന്താ പറയുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, വേറെ ഒന്നും ചെയ്യുന്നില്ല. അത് മാത്രമേ ഉള്ളൂ. ചെറിയ പ്രോഗ്രാമിംഗ് മാത്രമേ അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ വണ്ടി എവിടുന്നാണ്? എറണാകുളത്ത് നിന്നാണ് എടുത്തത്. കോസ്റ്റൽ സ്റ്റാറിൽ നിന്നാണ് എടുത്തത്. ഓൾമോസ്റ്റ് പ്രീമിയം വണ്ടികളെല്ലാം വരുമ്പോൾ എറണാകുളം ആണല്ലോ. അതെ അതെ അതെ. ഇപ്പോൾ ഇവിടെ കോട്ടയത്ത് അത് ഏറ്റുമാനൂർ തുടങ്ങിയിട്ടുണ്ട്. ബെൻസിന്റെ ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എളുപ്പമാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ 20,000 ആകുമ്പോഴത്തേക്ക് സർവീസിൽ ഓരോ 20,000 ഉള്ളൂ സർവീസ്. അതുകൊണ്ട് അധികം പോകേണ്ടി വരേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് ബൈ നാച്ചുറലി നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ചെയ്ത് അല്ലേ? ചെയ്ത് പോവാം, കുഴപ്പമില്ല. ശരിക്കും ബെൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം കാറ്റഗറിയിലോട്ട് വരികയാണ്. അത് ഈ പ്രീമിയം കാറ്റഗറിയിലോട്ട് വരുമ്പോൾ തന്നെ ആൾക്കാർ കൂടുതലും കുറച്ചുകൂടെ കാര്യം വെച്ചാൽ സാർക്ക് ബിസിനസ് ചെയ്യുന്നുണ്ട്. EV എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ട് വരുമ്പോൾ കുറേ ആലോചിച്ചിട്ടായിരിക്കുമല്ലേ വന്നത്? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പ്ലാനേ എൻ്റെ മനസ്സിലായിരുന്നു. EV എല്ലാവരും പറഞ്ഞു ഒരു മാസം ഒരു 2000-3000 കിലോമീറ്റർ എങ്കിലും ഓടുന്നവർക്ക് മാത്രമേ അത് വയബിൾ ആവുള്ളൂ. കാരണം അല്ലെങ്കിൽ അതുകൊണ്ട് ആവശ്യമില്ല. കാരണം ഇത്രയും കോസ്റ്റ് കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് EV എടുക്കുന്നതിൽ വലിയ കാര്യമില്ല. കാരണം എനിക്ക് വളരെ ഓട്ടം കുറവാണ് സത്യത്തിൽ പറഞ്ഞത്. ഞാനൊരു 1500 കിലോമീറ്റർ മാസം ആവറേജ് ഇപ്പോൾ ഇതെടുത്തപ്പോൾ ഓടുന്നുള്ളൂ. ഇതിന് മുമ്പുള്ള വണ്ടി ആയിരുന്നപ്പോൾ ഒരു 1000 കിലോമീറ്ററിലായിരുന്നു. കാരണം ഡീസലായിരുന്നുകൊണ്ട് 1000 കിലോമീറ്റർ. ഇപ്പം EV ആയതുകൊണ്ട് കുറച്ചുകൂടെ ലാവിഷായി. അതുകൊണ്ട് ഒരു 1500 കിലോമീറ്റർ മാസം ഓടുന്നു. അതിൽ കൂടുതൽ എനിക്ക് ഓട്ടം ഇല്ല. ഇപ്പം 7600 കിലോമീറ്റർ ആയി. 5 മാസം കഴിഞ്ഞു. അത്രേ ഉള്ളൂ. എനിക്ക് ആവറേജ് അത്രേ ഓട്ടം ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ EV എടുക്കുന്നതിൽ വലിയ അഡ്വാൻറ്റേജ് ഇല്ലെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നെ EVയിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയൊരു കഥയാണ്. അത് ഞാൻ ആദ്യം ബെൻസ് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ ആലോചിച്ചപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു എമൗണ്ട്, ഇപ്പോൾ ഫസ്റ്റ് കേൾക്കുമ്പോൾ ഒരു 72,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു എമൗണ്ട് മാറുമല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പം അതിനെപ്പറ്റി നമ്മൾ ഒട്ടും ആലോചിച്ചിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പം നമ്മൾ ഓർത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് വല്ലതും ആദ്യം ഡൽഹിയിൽ നിന്നൊക്കെ എടുക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ നമുക്ക് ഡൽഹിയിൽ നിന്ന് വരുന്ന എല്ലാം ഒത്തിരി പഴയ വണ്ടിയാണ്, 10 വർഷം പഴക്കമായത് അങ്ങനെയൊക്കെയാണ് ഡൽഹിയിൽ നിന്ന് വരുന്ന വണ്ടി. വളരെ ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷേ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണിയാവും. എന്തെങ്കിലും മെയിൻ്റനൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വാറണ്ടി ഉണ്ടാവില്ല, വലിയ കോസ്റ്റ് ആവും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചാൽ അപ്പം നമ്മൾ ഈ ഭാഗത്ത് അതായത് കേരളത്തിൽ തന്നെ ഉള്ള ഏതെങ്കിലും ഒരു വണ്ടി, എനിക്ക് GLA ആയിരുന്നു പ്രിഫർ, കാരണം അതിനപ്പുറത്തേക്ക് എനിക്ക് ചിന്തിക്കാൻ വയ്യ. ബഡ്ജറ്റിൽ ഒതുങ്ങില്ല ഒരു കാരണവശാലും. GLA അത് SUV വേണമെന്നുണ്ടായിരുന്നു. അതിൽ GLA ആണ് ഏറ്റവും പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ GLA എടുക്കാനുള്ള ഒരു പണി ഒരു സെക്കൻഡ് ഹാൻഡ് എടുക്കാനായിരുന്നു എൻ്റെ ഒരു എയിം ഇരുന്നിരുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ ഒരു 2 വർഷം പഴക്കമുള്ള വണ്ടിക്കൊക്കെയാണ് 50-ന് മേലെയാണ് വില. അല്ലാതെ ആരും കുറച്ച് കൊടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവർ വാങ്ങിച്ച വില അത്ര ഏകദേശം 2 വർഷം മുമ്പ് 50,000 55,000 അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ആ വിലയാണ് ഇപ്പോൾ അവർ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു, വണ്ടി എടുക്കുവാണ്, സെക്കൻഡ് ഹാൻഡ് എടുക്കരുത്. ഭാര്യയും മക്കളും പറഞ്ഞു വണ്ടി എടുക്കുകയാണെങ്കിൽ പുതിയ വണ്ടി എടുക്കാവുള്ളൂ, സെക്കൻഡ് ഹാൻഡ് ഒരിക്കലും എടുക്കരുത്. അവരോട് സംസാരിച്ചപ്പോൾ അവർ ഒരിക്കലും എൻകറേജ് ചെയ്തില്ല സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാനായിട്ട്. എപ്പോഴും വണ്ടി എടുക്കുകയാണെങ്കിൽ പുതിയ വണ്ടി എങ്ങനെയാലും എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് ഞാനിപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചത്, ഒരു ഫ്രണ്ട് പറഞ്ഞു അവന് ഈ ടെസ്റ്റ് ഡ്രൈവിന് പോകുന്ന വണ്ടി കുറേ കാലം കഴിയുമ്പോൾ അവർ കൊടുക്കും. അപ്പോൾ അങ്ങനെ വില കുറച്ച് കിട്ടും. ഫസ്റ്റ് ഓണർ തന്നെ ആയിരിക്കും, വില കുറച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു
ഇത് ഞാൻ ചിന്തിച്ചു. കാരണം ഇത്രയും ലാഭമുണ്ടല്ലോ, ഒരു 5 ലക്ഷം 6 ലക്ഷം രൂപയെങ്കിലും കുറവ് വരും. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ആലോചിച്ചാണ് നമ്മൾ ബെൻസ് എന്ന പുതിയതെടുത്തേക്കാം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത്. നമുക്ക് കോസ്റ്റ് കുറയ്ക്കണമല്ലോ, എങ്ങനെയാണ് ബെൻസ് വേണം താനും ഭയങ്കര ആഗ്രഹമാണ്, ആഗ്രഹമുണ്ട്. പക്ഷേ ഒത്തിരി അങ്ങോട്ട് നമുക്ക് അതിലേക്ക് സ്പെൻഡ് ചെയ്യാനുള്ള കാരണം ഒരു വേസ്റ്റായിട്ട് നമുക്ക് തോന്നുന്നു, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത്ര അങ്ങോട്ട് സ്പെൻഡ് ചെയ്യാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എന്നാൽ അത് നോക്കാൻ ഓർത്തുകൊണ്ട് ഞാനിങ്ങനെ ഷോറൂമായിട്ട് ബന്ധപ്പെട്ട് അവർ വന്നു, ഇങ്ങനത്തെ വണ്ടികൾ കാണിച്ചു, അതായത് ടെസ്റ്റ് ഡ്രൈവിന് പോകുന്ന വണ്ടികൾ കാണിച്ചു. പക്ഷേ അതൊക്കെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ. അതിൽ പെട്രോൾ ഓടിച്ചപ്പം ഈ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പെട്രോൾ ഓടിച്ച് നമ്മുടെ ഇപ്പം എനിക്ക് വൈഫിന് മാഗ്നൈറ്റ് ഉണ്ട്. അപ്പോൾ ആ മാഗ്നൈറ്റ് ഓടിക്കുന്നതായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, ഏതാണ്ട് ആ ഒരു പെർഫോമൻസേ ഉള്ളൂ അതിന് പെട്രോൾ GLലേക്ക്. അതിൽ കൂടുതലൊരു വലിയൊരു പവറോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു, കാരണം 1.3 എങ്ങാണ്ട് അതിൻ്റെ ഇതുള്ളൂ CC ഉള്ളൂ. അപ്പോൾ അതനുസരിച്ചുള്ള പവറേ അതിനുള്ളൂ. അപ്പോൾ അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. പക്ഷേ ഡീസൽ ഓടിച്ചപ്പം വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഡീസൽ വളരെയധികം നല്ല പവറും നല്ല ഇതൊക്കെ ആയിരുന്നു. പക്ഷേ ഡീസലിൻ്റെ ഇത് വന്നപ്പോഴത്തേക്കാണ് ഈ സാധനം ഇറങ്ങിയത്, EQ എന്നുള്ള. അപ്പോൾ ഒരു 2 മാസമേ ആയുള്ളൂ ഈ സാധനം ഇറങ്ങിയിട്ട്. അതായത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് EQ ഇൻട്രൊഡ്യൂസ്, അതിന് മുമ്പ് EQC ഒക്കെ ആയിരുന്നു, EQB EQC അങ്ങനെ കുറച്ച് വില കൂടിയ വണ്ടികൾ ഇലക്ട്രിക്കൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ EQA ഒരു 2 മാസമായിട്ട് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം വലിയ കുഴപ്പമില്ല, നമുക്ക് ഏതാണ്ട് ബഡ്ജറ്റിൽ നമുക്ക് ഈ ഡീസലിൻ്റെ ഏകദേശം ഒരു റേറ്റ് തന്നെ വരുന്നുള്ളൂ, EV വരുന്നുള്ളൂ. പിന്നെ EVക്കുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് അവരുടെ ഈ ബെൻസിൻ്റെ നമ്മുടെ ലോണ്, അവരുടെ തന്നെ ഫൈനാൻസ് 5.8% മറ്റേ ഉള്ളൂ ഈ EVക്ക് സ്പെഷ്യലായിട്ട്, സബ്സിഡി പോലെ. അപ്പം ഡീസൽ വണ്ടി എടുത്താൽ 8.8 സംതിങ് വരും, ഇതാകുമ്പോൾ 5.8 വരുള്ളൂ. അപ്പോൾ അങ്ങനെ അത്ര ലാഭമുണ്ട്. കാരണം EMI അടച്ചു കഴിയുമ്പോൾ കുറവാണ് ഇതിൽ. വണ്ടിയുടെ വില ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷേ EMI ഇതിന് കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എന്താ പിന്നെ ഇലക്ട്രിക് ആയിക്കൂടെ. പിന്നെ കുറേ ഫീച്ചേഴ്സ് ഇതിനകത്ത് ഡീസലിനെ അപേക്ഷിച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഇത് ബിൽറ്റ് ഇൻ ഇമ്പോർട്ടഡ് ആണല്ലോ. ഇവിടെ പ്യൂർ EV പ്ലാറ്റ്ഫോം അല്ല, പക്ഷേ ഇത് ബിൽറ്റ് ഇൻ ജർമ്മനി ഇമ്പോർട്ട് ചെയ്യുന്ന. അപ്പോൾ ഇലക്ട്രിക് ആയതുകൊണ്ട് വലിയ ടാക്സ് ഇവിടെ ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ് ഈ വിലയ്ക്ക് വരുന്നത്. ഇലക്ട്രിക് അല്ലാത്ത വണ്ടി ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വിലയായിരിക്കും, ഭയങ്കര കോസ്റ്റ് ആയിരിക്കും, കൊല്ലുന്ന കോസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നപ്പം ഇലക്ട്രിക്കും ഡീസലുമായിട്ട് വില വ്യത്യാസം ഇല്ല കാര്യമായിട്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് ഫീച്ചേഴ്സ് ഒത്തിരി കൂടുതൽ, പിന്നെ ഒറിജിനൽ ജർമ്മൻ സാധനം. അപ്പം ഇങ്ങനെയൊക്കെ വന്നപ്പോൾ എന്നാൽ പിന്നെ EV ആട്ടെന്ന്, അങ്ങനെയാണ് ഞാൻ EVയിലേക്ക് വന്നത്. പ്യൂർ ബ്രീഡ് എന്നൊക്കെ പറയുന്നത്. അതെ. അങ്ങനെ EVയിലോട്ടോ ഒരു വളരെ പ്ലാനിങ്ങിന് ശേഷമാണ് അല്ലേ, ലോങ് ജേർണി എന്ന് വേണമെങ്കിൽ പറയാല്ലേ. അത് ശരിയാണ്. പക്ഷേ EV എൻ്റെ മനസ്സിലില്ലായിരുന്നു, അത് ലാസ്റ്റ് മൊമെന്റ് വന്നു അതിലേക്ക് അങ്ങ് ആയതാണ്. വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പം ഈ പെട്രോൾ ഓടിക്കുന്നതിനൊക്കെ ബെറ്റർ ആണ് ഡീസൽ. പക്ഷേ ഡീസലിനേക്കാൾ ഫാർ ബെറ്റർ ആണ് EV. പവറും പെർഫോമൻസും എല്ലാം അതെ ഭയങ്കര കൂളാണ്. അകത്തിരുന്ന് കഴിയുമ്പോൾ ഒരു ഇതുമില്ല. പിന്നെ പവർ എന്ന് പറഞ്ഞാൽ അസാധ്യ പവർ. പക്ഷെ ഞാനങ്ങനെ പവർ ഇട്ട് ഓടിക്കുന്നില്ല, എന്നാൽ പോലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. പെട്ടെന്നൊന്ന് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു മടിയും വിചാരിക്കേണ്ട, പെട്ടെന്ന് തന്നെ ക്വിക്ക് റിയാക്ഷൻ, ഒരു പ്രശ്നമില്ല. ശരിക്കും ഒരു ആ മൊമെന്റ് ഇല്ലേ, അതായത് ഒരു ഡ്രീം ആയിരുന്ന ഒരു കാറ് മെർസിഡീസ് അവനെ സ്വന്തമാക്കിയപ്പോൾ ആ നിമിഷത്തെ എങ്ങനെ അത് എനിക്ക് വലിയൊരു എന്താ പറയുന്നത്, നമ്മൾ അതിലേക്ക് അങ്ങ് ആയല്ലോ ഓൾറെഡി വന്നപ്പോൾ. പിന്നെ അതിനൊരു വലിയൊരു പ്രസക്തി ഇല്ല, പെട്ടെന്നൊരു മൊമെന്റിലല്ലല്ലോ നമ്മളിത് പ്ലാൻ ചെയ്ത് ഇതിലേക്ക് നമ്മുടെ മനസ്സ് വന്നു, ഓൾറെഡി സെറ്റായി. ഇല്ല, വേറെ ഒന്നും ഇല്ലായിരുന്നു, ഒന്നും നോക്കിയില്ല. അതായത് ഈ 3 കാലമായിരുന്നു എൻ്റെ ഒരു ഡ്രീം, വേറെ ഒന്നും അല്ല. ഇപ്പം BMW അല്ലെങ്കിൽ ഓഡിയൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷേ അതിലേക്കൊന്നും ഞാൻ നോക്കിയതേ ഇല്ല. അതൊക്കെ ഞാൻ റിവ്യൂവിലൊക്കെ ഇങ്ങനെ നോക്കിയായിരുന്നു, അല്ലാതെ ഞാൻ ഓടിക്കാൻ പോലും പോയില്ല, ഓടിച്ച് നോക്കാൻ പോലും പോയില്ല. ആ ഒരു ഒറ്റ ഡ്രീമിന്റെ പുറത്ത് മാത്രം എടുത്തതാണ്. സാർ, ഈ മെർസിഡീസ് എന്നുള്ള ഡ്രീം ഇല്ല, അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം ഇല്ലേ, അത് ശരിക്കും എങ്ങനെ ഇതിലോട്ട് വന്നത്, അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക കാരണം വല്ലതും ഉണ്ടോ? പ്രത്യേകിച്ചൊരു കാരണം, പക്ഷെ നമ്മൾ ചെറുപ്പം മുതൽ ബെൻസ് എന്ന് കണ്ടും കേട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഒരു അങ്ങനെ നമുക്കൊരു ടീം. ഇപ്പം BMW അല്ലെങ്കിൽ ഓടി എന്നൊക്കെ പറഞ്ഞാൽ അത്ര അങ്ങോട്ട് ഒരു നേരത്തെ, അതായത് എൻ്റെയൊക്കെ ചെറുപ്പകാലം മുതൽ ഈ ബെൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, വലിയ ആൾക്കാരൊക്കെ അന്നും ബെൻസ് ഉപയോഗിക്കുന്നത്, ആഡംബരത്തിൻ്റെ ഒരു ഇതെന്നുള്ള രീതിയിൽ ബെൻസ്. അപ്പം ആർക്കാണേലും ഒരു ഡ്രീമാണ് ബെൻസ് എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെ ചെറുപ്പത്തിലെ മനസ്സിൽ കയറി കൂടിയ അല്ലേ? അതെ.
പിന്നെ ഇതൊക്കെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ആയി വന്നു, എങ്ങനെയൊക്കെ ആയി വന്നു. നമ്മുടെ ഈ 250+ ഇനിഷ്യലി സ്വന്തമാക്കിയിട്ട് ഒരു ഇത്ര കിലോമീറ്ററിൻ്റെ, ഒരു 7000 കിലോമീറ്ററിൻ്റെ ഒരു ഇംപ്രഷൻ പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഷോർട്ടായിട്ട് ഞാൻ മാക്സിമം പോയിരിക്കുന്നത് വണ്ടിപ്പെരിയാർ വരെയാണ് ഇതിൻ്റെ ലോങ് പോയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. അത്രയും ദൂരം ഞാനിത് ഏറ്റവും കൂടിയ ദൂരം ഓടിച്ചിട്ടുള്ളൂ. പിന്നെ എല്ലാം ചെറിയ ചെറിയ ദൂരങ്ങളെ ഓടിക്കാറുള്ളൂ. നേരത്തെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു 1000 കിലോമീറ്ററൊക്കെ ഒരു മാസം നമ്മുടെ ഉപയോഗം വരുവുള്ളായിരുന്നു. ഇപ്പോൾ 1500 ഏകദേശമായി. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു നമ്മൾ ടൈൽസ് ഡീലേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് കോട്ടയം ജില്ലയുടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പേര് കുറച്ച് ഓട്ടങ്ങളൊക്കെ ആയിട്ട് ആണ് ഇത്രയും വ്യത്യാസം വന്നത്. അല്ലെങ്കിൽ എനിക്കൊരു 1000 മാസമൊക്കെ വരുവുള്ളായിരുന്നു നോർമലി. ഇപ്പോൾ 1500-ലേക്കായി ആയത്. ഇപ്പോൾ വർഷങ്ങളായിട്ട് ടൈലിൻ്റെ മേഖല തന്നെയാണല്ലോ. ഇപ്പോൾ അതെ അതെ അതെ. എനിക്ക് എൻ്റെ ചെറുപ്പത്തിലൂടെ അതിലൂടെ പോകുമ്പോൾ MC മാർബിൾസ് ഇവിടെ കാണാൻ സാധിക്കും. ഏകദേശം 28 വർഷം 30 വർഷം ആവുന്നു. അപ്പം ആദ്യം മാർബിളായിരുന്നു, പിന്നെ ഗ്രാനൈറ്റ്, ലാസ്റ്റ് ടൈലിലേക്ക് വന്നത്. ഇപ്പോൾ ഗ്രാനൈറ്റ് എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബിസിനസ് പരമായിട്ട് ഒരുപാട് ഓട്ടങ്ങളില്ല പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് കൂടുതലും കടയിൽ വന്ന് തിരിച്ചു പോകുന്നു, അല്ലാതെ പിന്നെ ഏതെങ്കിലും ക്ലയൻസിനെ കാണാനൊക്കെ അങ്ങോട്ടും അങ്ങോട്ടും പോകുന്ന ഈ ചെറിയ ലൊക്കാലിറ്റിയിലുള്ള ഓട്ടങ്ങളേ എനിക്കുള്ളൂ. പക്ഷേ ഇതിന് ഫ്യൂവലിൻ്റെ ചിലവ് കുറവാണെങ്കിലും ഇതിൻ്റെ ടയറിൻ്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ അതിൽ ശരിക്കും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ. പ്രീമിയം ടയേഴ്സ് മാത്രം യൂസ് ഇത് ഇപ്പോൾ ഇതിൽ കിടക്കുന്ന കോണ്ടിനെൻ്റൽ 19 ഇഞ്ച് ടയറാണ് കിടക്കുന്നത്. അത് ഏകദേശം 50,000 രൂപ ഒരു ടയറിൻ്റെ വില. അപ്പം അവർ പോലും പറയുന്ന 20,000 കിലോമീറ്റർ ഇതിന് ലൈഫ് ഉണ്ടാവുള്ളൂ, ടയറിൻ്റെ ലൈഫ് ഉണ്ടാവുള്ളൂ. കാരണം ടയർ ഒരുപാട്, കാരണം വെയിറ്റ് കൂടുതലാണ് വണ്ടിക്ക് വെയിറ്റ് കൂടുമ്പോൾ അതനുസരിച്ച് ടയറിൻ്റെ കൺസപ്ഷൻ കൂടും. അങ്ങനെ വരുമ്പം തേയ്മാനവും കൂടും. 20 അല്ലെങ്കിൽ മാക്സിമം 25 കിട്ടിയാൽ 25,000 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ടയർ മാറേണ്ടി വരും. അപ്പോൾ 2 ലക്ഷം രൂപ അങ്ങനെയായി. അപ്പോൾ ഫ്യൂൽ കോസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഈ പെട്രോളിൽ ലാഭിക്കുന്ന പൈസ അതിലായി. അപ്പോൾ അതൊക്കെ പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതെ അതെ അതെ. ഇതിന്റെ മെയിൻ കോസ്റ്റ് ടയറാണ്. ഫ്യൂവലിനേക്കാൾ ഒത്തിരി കൂടുതൽ സർവീസ് ആകുന്നതിന് മുമ്പ് തന്നെ ടയർ മാറേണ്ടി വരും. അതെ അതെ. 20,000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും മിക്കവാറും ടയർ മാറേണ്ടി വരും. സർവീസ് കോസ്റ്റ് ഒക്കെ ലാഭിക്കാന്ന് പറഞ്ഞാൽ സർവീസ് കോസ്റ്റ് തീരെ കുറവാണ്. EV ആയതുകൊണ്ട് സർവീസ് കോസ്റ്റ് തീരെ കുറവാണ്. EV സോളാർ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല. അപ്പം നല്ല ഒരു കറണ്ട് ചാർജിന്റെ സോളാർ നമുക്ക് കടയിലുണ്ട്, വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ചാർജർ വെച്ചിരിക്കുന്ന വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ചാർജറുമായിട്ട്, ചെറിയ ചാർജറായിട്ട് ഇവിടെ വന്നിട്ട് കുത്തിയിടണം, സമയമെടുക്കും. പിന്നെ നമുക്ക് ഇത്രയല്ലേ ഓട്ടമുള്ളൂ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ആഴ്ചയിൽ ഒരിക്കലൊക്കെ, ഞായറാഴ്ച, ഞാൻ മിക്കവാറും സൺഡേ മാത്രമേ കുത്തിയിടാറുള്ളൂ. വീക്ക്ലി വൺസ് മതി, അതിന്റെ ആവശ്യമുള്ളൂ. എല്ലാ ദിവസവും രാത്രി കുത്തിയിടണ്ട? ഇല്ല, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. നമുക്ക് ഓൾമോസ്റ്റ് ഒരു മിനിമം പെർസെന്റേജ് എത്തുമ്പോൾ കുത്തിയിടുക. മിനിമം പെർസെന്റേജ് നോക്കാറില്ല. ഒരു സൺഡേ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 40 അല്ലെങ്കിൽ 30 ഒക്കെ ആവുള്ളൂ. അപ്പം ഒന്നാമത്തെ കാര്യം നമുക്കൊരു 400+ റേഞ്ച് കിട്ടുന്നില്ലേ? ഉണ്ട്. എന്നെ കാണിച്ചു 480 ഏതായാലും ഉണ്ട്. 480 കിട്ടുന്നുണ്ട്. 560 അല്ലേ ടോട്ടൽ? 560 പറയുന്നത്, കമ്പനി പറയുന്നത്. പക്ഷേ അത് നമ്മുടെ, അതായത് കംഫോർട്ട് ഇതിൽ ഓടിക്കുമ്പോഴാണ് ഈ 480 വരുന്നത്. എക്കണോമിയിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ കിട്ടും. പക്ഷെ അത് നമുക്ക് ഒരിക്കലും ഓടിക്കാൻ പറ്റില്ല. എക്കണോമിയിലിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഒരു ഫീലും ഇല്ല. ചുമ്മാ വണ്ടി ഒട്ടും പവറില്ലാത്ത പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ EV ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും പോകുമ്പം ബാക്കിയുള്ള വണ്ടി പ്രിഫർ ചെയ്തത് കാറ് തന്നെ എന്നുള്ളൊരു ടെൻഡൻസിയിലോട്ട് വരുമല്ലോ. അതെ അതെ. ഇനിയിപ്പം പോകണ്ടെന്ന് വെച്ചാലും പോകാം അല്ലേ? അതെ അതെ. കോസ്റ്റിംഗ് ഇച്ചിരി അകലെയാണെന്ന് പോയേക്കാൻ നോക്കും. ഇപ്പം അതായത് ഇനിഷ്യലി നമ്മൾ ഇതിനു മുമ്പ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യേണ്ടുന്ന ബില്ലിൽ നിന്ന് അധികം ഡിഫറൻസ് വരുന്നുണ്ടോ ശരിക്കും? ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും പകല് വീട്ടിലില്ലാത്തതുകൊണ്ട്, വേറെ ആരും വീട്ടിലില്ലാത്തതുകൊണ്ട് കറണ്ട് ചാർജ് വളരെ കുറവാണ് ഞങ്ങൾക്ക്. 2 മാസം കൂടുമ്പോൾ 1,500 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് വന്ന പിന്നെ ഏതാണ്ട് 7,500 രൂപയായി. 6,000 രൂപ ഡിഫറൻസ് വന്നു. ഈ 6,000 രൂപ ഇതിൻ്റെ കൺസപ്ഷൻ്റെ ആയിരിക്കില്ല, കാരണം സ്ലാബ് മാറിയപ്പം കയറിപ്പോയതാണ്. അതിന്റെ ഡിഫറൻസും കൂടെ വരും. 2-3 മാസമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരും. പിന്നെ മറ്റേ സോളാറും കൂടെ വിൽക്കുവാണെങ്കിൽ സീറോ കോസ്റ്റിൽ നമുക്ക് ഇനിഷ്യലി നമ്മൾ വീട്ടിൽ തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല അത് വയബിൾ ആവുന്നു. സോളാർ വെച്ചാൽ ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഒരു 5 ലക്ഷം രൂപ തന്നെ 3 ലക്ഷം രൂപ വരും അല്ലേ? പിന്നെ അതിന്റെ സോളാർ വെക്കുമ്പോൾ ഓൺ ഗ്രിഡ് ആണെങ്കിൽ കുഴപ്പമില്ല. ബാറ്ററി വെച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ബാറ്ററിയുടെ കോസ്റ്റ് വേറെ, ഇതെല്ലാം ഇതാണ്. പിന്നെ അതിലും ഭേദം ഈ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പീരിയോഡിക് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ
ഇല്ല, അതിൻ്റെ ഇൻട്രസ്റ്റേ വരുന്നുള്ളൂ. അതാ പറഞ്ഞത്. വലിയ കാര്യമില്ല സോളാർ വെക്കുന്നതിൽ. സോളാർ വെക്കുന്നത് പിന്നെ ഈ നമുക്ക് ഇത്രയും ഉപയോഗത്തിൽ ഇത് കൂടുതൽ ഒരുപാട് ഉപയോഗം ഉണ്ടെങ്കിൽ ശരിയാ. എല്ലാം ഈ പറഞ്ഞ പോലെ വീട്ടിൽ അതുപോലെ നല്ല കറണ്ട് ബില്ലും ഉണ്ട്, ഒത്തിരി ഓട്ടോ നമുക്ക് വണ്ടിയുണ്ട്, പിന്നെ 2 ജീവി സ്കൂട്ടറും എപ്പോഴും എ സി ഉപയോഗിക്കുമോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എ സി ഉപയോഗിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ ഒത്തിരി കറണ്ട് ചാർജ് വരും. നമുക്ക് ഇതിൻ്റെ യാത്രാസുഖം എന്നും നമ്മൾ പണ്ട് ഇതിൻ്റെ പരസ്യമൊക്കെ ഉണ്ടായിരുന്ന നിറച്ച ഒരു ഗ്ലാസ് വെള്ളം പെൻസിൽ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് തുളുമ്പത്തില്ല. അത് പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അതൊന്നും ശരിയല്ല. അതെനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു സെഡാൻ പോലെയുള്ള ആ ഒരു കംഫർട്ടൊന്നും ഇതിനില്ല, കിട്ടത്തില്ല. ഇല്ല. പിന്നെ അതിൻ്റെ ഒരു പ്രധാന കാരണം വെച്ചാൽ നല്ല റോഡാണെങ്കിൽ വളരെ കംഫർട്ടബിളാണ്. അതിങ്ങനെ നമുക്ക് അറിയ പോലും ഇല്ല, ഒരു ഈച്ച പോലും അനങ്ങുന്നില്ലാത്ത രീതിയിലാണ് വണ്ടി പോകുന്നത്. നല്ല റോഡ്, അതായത് BMBC നല്ല റോഡിൽ ഓടുമ്പോൾ. പക്ഷേ ചെറിയ ഈ പാച്ച് വർക്കുള്ള റോഡില്ലേ അത് പോകുമ്പോഴത്തേക്കും ഭയങ്കര ചാട്ടം അതിന് അറിയാൻ പറ്റും, നമുക്ക് ശരിക്കറിയാം. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അവർ പറയുന്നത് ഇതിന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന 40 PSI ആണ് ഇതിൻ്റെ ടയർ പ്രഷർ. അപ്പം ഈ ടയർ കാറ്റടിക്കാൻ ചെല്ലുമ്പോൾ വരും പറയുന്നത് ഇതന്നെ ഇത്രയും കാറ്റ് കൂട്ടിയിട്ടിരിക്കുന്നത് 30 PSI അല്ല, നമ്മൾ 30 അല്ലെങ്കിൽ 32 PSI സാധാരണ നോർമലി ഉപയോഗിക്കുള്ളൂ. പക്ഷേ ഇതിന് 40 PSI ആണ് അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അവരങ്ങനെയാണ് അടിച്ചിട്ടിരിക്കുന്നതും. അപ്പം ഞാനത് മാറ്റാൻ പോയില്ല. അപ്പം അതുകൊണ്ടാണ് ഈ ചാട്ടം എന്നാണ് പറയുന്നത്. പിന്നെ ഈ 30 PSI ഒക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ടയർ കൺസംഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പം നല്ല റോഡിൽ കൂടെ പോകുമ്പോഴേ, സ്പീഡിൽ പോകുമ്പോൾ. ബാക്ക് സീറ്റ് ഒട്ടും കംഫർട്ടബിൾ അല്ല. എനിക്ക് തോന്നുന്നു മറ്റേ EVയുടെ ബാറ്ററി പാക്ക് ഉള്ളതുകൊണ്ട് ഒന്നാമത്തെ തൈ സപ്പോർട്ട് ഇല്ല. പിന്നെ റോളിംഗ് നന്നായിട്ടുണ്ട്. നമ്മളെല്ലാം നല്ലത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണത്. സെഡാൻ്റെ ആ ഒരു കംഫോർട്ട് ഇതിൽ പ്രതീക്ഷിക്കേണ്ട. ശരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബെൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഒരു പ്രീമിയം സെഡാൻ. പക്ഷേ ഫ്രണ്ട് സീറ്റ് ഭയങ്കര ഇതുമാണ്, കംഫോർട്ടാണ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അത് എടുത്തു പറയേണ്ടത്. ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നല്ല കംഫോർട്ടാണ്. ബാക്ക് സീറ്റിലോട്ട് വരുമ്പോൾ ബാക്ക് സീറ്റിലേക്ക് ബാക്കിലിരിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് തന്നെ ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും പ്രിഫർ ചെയ്യുക അല്ലേ? അതെ അതെ. ഫ്രണ്ട് നല്ല പൊസിഷനാണ്, ഹൈറ്റ് ഉണ്ട്, നല്ല വ്യൂ ഉണ്ട്. അതുപോലെ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഇലക്ട്രിക് ആയതുകൊണ്ട് വളരെ എളുപ്പമുണ്ട്. മെമ്മറി ഉണ്ട്. അപ്പം നമ്മൾ കയറിയിരിക്കുക അപ്പം തന്നെ അതിൽ ഓട്ടോമാറ്റിക്കാണ് സീറ്റ് ആ പൊസിഷനിൽ വരും. അപ്പം അതെല്ലാം വളരെ കംഫോർട്ടാണ്. പക്ഷേ ബാക്ക് സൈഡ് ശോകമാണ്. ഇപ്പം ലോങ് റേഞ്ച് ഇപ്പം അവിടെ വണ്ടിപ്പെരിയാർ വരെ പോയിട്ടുള്ളൂ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് പ്രത്യേകിച്ച് എനിക്കൊരു വ്യത്യാസം മറ്റു വണ്ടികൾ ഓടിക്കുന്നതായിട്ട് തോന്നുന്നു. പവറുണ്ട്, കയറ്റമൊക്കെ നല്ല ഈസി ആയിട്ട് കയറി പോകും. തിരിച്ചു വരുമ്പോൾ ഒരു 5% നമുക്ക് അഡീഷണൽ ഈ റീജനറേഷൻ ഉണ്ടാവും. അതുകൊണ്ട് വലിയൊരു കോസ്റ്റ് വരുന്നില്ല, പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഒറ്റ ഇപ്പം ഇവിടുന്ന് വൺ സൈഡ് ടോട്ടൽ യാത്ര പോയി വരാനുള്ള ചാർജ് സിംഗിൾ ജേർണി കിട്ടിയോ അതോ ചാർജ് ചെയ്യണോ? അല്ല, തിരിച്ചു വന്നപ്പോൾ എനിക്ക് 40-50% കണ്ടുണ്ടായിരുന്നു. അതായത് ഫുൾ ജേർണി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. നമുക്ക് ലൈഫ് എങ്ങനെ ലോങ് പോയെന്ന് പറഞ്ഞാൽ ഈ ബാറ്ററിയുടെ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കംപ്ലീറ്റ്ലി ഇപ്പോൾ എടുത്തിട്ട് ഒരു 5 മാസത്തെ എക്സ്പീരിയൻസ് സാറ്റിസ്ഫൈഡ് ആണോ വണ്ടിയായിട്ട്? ഫീച്ചേഴ്സ് വൈസ് അൺസാറ്റിസ്ഫൈഡ് ആവാനുള്ള കാരണങ്ങളൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ചില ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, അല്ലാതെ അപ്പോൾ അത് പുറകിലിരുന്നാലേ ഉള്ളൂ. അല്ല, ഫ്രണ്ട് ഇരിക്കുന്നവർക്ക് യാതൊരു പ്രശ്നവുമില്ല ഇതിനകത്ത്, ഇല്ല. പിന്നെ ഒരു 3-4 പേർക്കൊക്കെ പോയി ബാഗൊക്കെ ആയിട്ട് പോകാനുള്ള ഡിക്കി സൈസ് ഒന്നും ഇതിനില്ല. വലിയ സൂട്ട് കേസുകൾ ഒരു 3 മാക്സിമം വെക്കാം. ഈ പറഞ്ഞ പോലെ ബാറ്ററി ബാക്ക് വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പൊക്കമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ആസ്പെക്ട് വെച്ച് നോക്കുമ്പോൾ ഒരു 3 വലിയ സൂട്ട് കേസ് വെക്കാം മാക്സിമം. അതെ അതെ. ഒരു വശം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊരു 4 പേര് എയർപോർട്ടിലേക്ക് പോയപ്പം 4 പേരുടെയും വലിയ സൂട്ട് കേസായിരുന്നു, ഫ്രണ്ട്സൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പം ഈ 4 പേരുടെയും സൂട്ട് കേസ് വെക്കാൻ പറ്റുന്നില്ല. 4 വലിയ സൂട്ട് കേസ്, പിന്നെ ഒരു തരത്തിലും താഴെ മുകളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഈ വണ്ടി പുറത്ത് ചാർജ് ചെയ്തില്ല, കാരണം അധികം ദൂരത്തേക്ക് പോയിട്ടില്ലോ. ദൂരേക്ക് പോയിരിക്കുന്ന ആ പാടെ എൻ്റെ സണ്ണിലോ ദീപക്കാണ് ഈ വണ്ടി കൊണ്ട് ഉടുപ്പി വരെ പോയിരിക്കുന്നത്. പുള്ളി ആദ്യത്തെ ആ ഒരു ഇതിൽ അവിടം വരെ ഓടിച്ചു പോയി തിരിച്ചു വന്നു. പുള്ളിയുടെ എക്സ്പീരിയൻസ് പുള്ളിയോട് തന്നെ ചോദിക്കുക. തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടല്ലോ. ഉടുപ്പി പോയി. ഉടുപ്പി പോകുമ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ടു ആൻഡ് ഫ്രോ ഞങ്ങൾ തിരിച്ച് ഇവിടെ മടിക്കേരി വഴിയെ വന്നത്. അപ്പോൾ ഒരു 1200 കിലോമീറ്റേഴ്സ് ടോട്ടൽ ഓടി. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ഇൻഫ്രാസ്ട്രക്ചർ, ഇലക്ട്രിക് ഇൻഫ്രാസ്ട്രക്ചർ, വണ്ടിയല്ല കുഴപ്പം,
ആയിട്ടില്ല. ആ. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോഴേ. ഇതാണോ നമ്മുടെ ചാർജിങ് സ്റ്റേഷൻസ്? ചാർജിങ് സ്റ്റേഷൻ്റെ കാര്യം ഇത്ര റേഞ്ച് ഉണ്ടെന്ന് പറയുമ്പോഴും നമുക്കൊരു 20 അല്ല 30% ഒക്കെ ആകുമ്പോൾ നമുക്കൊരു പേടിയാവും, ഒരു ആൻസൈറ്റി വരും. കാരണം ഒന്ന് നമുക്കിത് പരിചയമില്ലാത്ത നാട്. അപ്പോൾ നമ്മുടെ നാട്ടാണെങ്കിൽ കൃത്യം അറിയാം. അപ്പോൾ ഞാൻ പോയത് എൻ്റെ മോനുണ്ടായിരുന്നു, സിസ്റ്ററിൻ്റെ പിള്ളേരുണ്ടായിരുന്നു. അപ്പം 3-4 പിള്ളേരെയും കൊണ്ട് പോയത്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രശ്നം. ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യും, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. 120 kW ഒക്കെ ആണെങ്കിൽ 30 മിനിറ്റ്സ് മതി ഫുൾ ചാർജ് ആവാൻ. കൊച്ചിയിലെ ഷോറൂമിൽ അതേ ഉള്ളൂ, കേരളത്തിൽ അതേ ഉള്ളൂ. കോഴിക്കോട് ഞങ്ങൾ ബ്രിഡ്ജ് വൈസിൽ ചെന്നപ്പോൾ അവിടെ 60 ഉള്ളൂ. 60 തന്നെ 2 വണ്ടി ഉണ്ടെങ്കിൽ 30 കിട്ടുള്ളൂ. അപ്പം നമുക്ക് ആ ഒരു ഡിലേ വരും ഭയങ്കരമായിട്ട്. എത്ര സമയം എടുക്കും 60 ആണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു 30, കോഴിക്കോട് ചെന്നപ്പോഴത്തേനും ഒരു 40 പിന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ 40% പിന്നെ ഒരു 90-100 ആവാൻ ഒരു 1 hour ഒക്കെ എടുത്തു. പിന്നെ 90 സ്ലോ ആയിട്ടല്ലേ ചാർജ് ആവുള്ളൂ. 90 കഴിഞ്ഞാൽ 90 അപ്പം നമ്മൾ പിന്നെ പിന്നെ ഉടുപ്പി ചെന്നിട്ടേ ചെയ്തുള്ളൂ. ഒറ്റ പ്രാവശ്യം ഇവിടുന്ന് പാലായിന്ന് ഉടുപ്പി വരെ ഒറ്റ പ്രാവശ്യം ചെയ്തുള്ളൂ. ഒരു പ്രാവശ്യം ചെയ്തുള്ളൂ. ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 500 വിശ്വസിക്കാൻ പറ്റുമോ? റേഞ്ച് എനിക്ക് മനസ്സിലായിടത്തോളം ഈ ഇലക്ട്രിക് വണ്ടി നമ്മുടെ പെട്രോൾ ഓടിക്കുന്ന അല്ലെ ഡീസൽ പോലെ തന്നെ നമ്മുടെ ഓടിയിൽ പോലെ റോഡ് കണ്ടീഷൻ പോലെ നമ്മൾ ആക്സിലറേഷൻ കൂടുതലെടുത്താൽ, നമ്മൾ പോയപ്പോൾ NH66 പണിയായിരുന്നല്ലോ. ഇപ്പോൾ അതൊക്കെ നല്ല ഫുള്ള് പണി തീർന്നു കഴിയുകയും പിന്നെ മുമ്പ് പറഞ്ഞ പോലെ എക്കോ മോഡ് ഇട്ട് അല്ലെങ്കിൽ റിക്യുപ്രേഷർ ഉണ്ട്. അത് നോർമൽ ഇട്ടാൽ ഒട്ടും പിടുത്തമില്ല, സ്ട്രോങ് ഇട്ടാൽ നല്ല പിടുത്തമാണ്. ഈ തിരിച്ച് കയറുന്നതേ റീജനറേഷൻ. അപ്പോൾ അത് തിരിച്ച് കയറുന്നത് നമ്മൾ ഏറ്റവും സ്ട്രോങ് ഇട്ടാൽ പിടുത്തം കൂടുതലാണ്, പക്ഷെ തിരിച്ച് കയറും. ഞങ്ങൾ തിരിച്ച് വയനാട് വഴി വന്നപ്പോൾ ചുരം കയറി കഴിഞ്ഞപ്പോൾ ഒരു 5 കിലോമീറ്റർ തിരിച്ച് കൂടി. അതെ. അപ്പോൾ നമ്മൾ ഒരു പ്ലാൻ വേണം. നമുക്കിങ്ങനെ പെട്ടെന്ന് ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഈ വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല. എവിടെ നമ്മൾ സ്റ്റേ ചെയ്യണം, സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ ചാർജിങ് ഫെസിലിറ്റി ഉണ്ടോ, അങ്ങനെ ഒരു പ്ലാൻ വേണം. പക്ഷെ നമ്മൾ ഈ ഹോട്ടലിൽ കയറുമ്പോൾ അവിടെ 20 വാട്ട്സിന്റെ ചാർജറല്ലേ കാണൂ? അത് ഉണ്ടാവണം നിർബന്ധമില്ല. ഇപ്പം കോട്ടയത്ത് ഐഡ ഹോട്ടലിലുണ്ട്. ഇങ്ങനെ പലയിടത്ത് നമ്മൾ നോക്കി ഒരു പ്ലാൻ വേണം. അല്ല അതാ പറഞ്ഞ അവിടെ സ്റ്റേ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ. സമയം എടുക്കും. അതാണ് ഒരു ചലഞ്ച് ഇതിനകത്ത്. അത് വണ്ടിയുടെ പ്രശ്നമല്ല, ഞാൻ പറഞ്ഞല്ലോ. അത് വണ്ടി ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പക്ഷേ അവിടെ കോസ്റ്റൽ സ്റ്റാർ കൊച്ചിയിലെ മെഴ്സിഡസിന്റെ ഷോറൂമിൽ 120 ഉണ്ട്, 180 ആക്കുവാന്നൊക്കെ അവർ പറഞ്ഞായിരുന്നു. 180 പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് പെട്ടെന്ന് കയറും. പക്ഷേ ഞാൻ പറയുന്നത് ഒരു 500 kilometers പ്ലസ് ഉള്ള ട്രിപ്പിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കൊച്ചിയിലുള്ള ഒരാൾക്ക് കോഴിക്കോടൊക്കെ സുഖമായി പോയി വരാം, ചാർജ് ചെയ്യണ്ട, ഒരു ആവശ്യമില്ല. അതായത് വീട്ടിൽ നിന്ന് ഫുൾ ചാർജ് പോവുക, തിരിച്ചു വരിക. പ്രത്യേകിച്ച് വഴിപണികളെ കഴിയുന്ന ഇപ്പം കൊച്ചിയിൽ നിന്ന് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, തൃശ്ശൂർ കോഴിക്കോടൊക്കെ സുഖമായിട്ട് പോയിട്ട് വരാം. അല്ലെ ഇവിടുന്ന് ട്രിവാൻഡ്രം പോവാം, അത് ഉറപ്പാണ്. 450 നല്ല റോഡാണ്, ഉറപ്പാണ്. ഇതിന്റെ കംഫോർട്ട് തന്നെ നല്ല ഇതുണ്ട്. എക്കോ പോകുമ്പോഴേ ഇച്ചിരി പിടുത്തുള്ളൂ, കംഫോർട്ട് തന്നെ നല്ല സുഖമാണ്. സ്പോട്ടിന്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും വ്യത്യാസം അറിയാം. എക്കോയും ഈ പറഞ്ഞ കംഫോർട്ടും. സ്പോട്ട് വരുമ്പോൾ അത്ര വേണ്ട. സ്പോട്ട് വരുമ്പോൾ പിള്ളേരൊക്കെ പുറകോട്ട് ഇതായി പോകും. ഈ കലാൻഡിലൊക്കെ റൈഡ് പോകില്ലേ, അതുപോലെ. അതെ, പൊളിച്ച് ഓടിക്കാന്ന് പറഞ്ഞാൽ ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. അപ്പം നമ്മളിങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫീലാണ്. അപ്പം അതിൻ്റെ പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടയർ നോയ്സ് കുറച്ച് അകത്ത് കയറുന്നുണ്ട്. വണ്ടി ഭയങ്കര സൈലൻ്റാണ്. അപ്പോൾ ഹൈ സ്പീഡിൽ പോകുമ്പോൾ ടയർ നോയ്സ് നമ്മൾ പാട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളൂ. അല്ലെങ്കിൽ ശകലമായിട്ട് വലിയ ടയറുമാണ്, എയർ പ്രഷർ കൂടുതലാണ്. ഇതിൽ കൂടെ ഇത് തന്നെ 19 ഇഞ്ച് അപ്ഗ്രേഡ് ചെയ്യുന്ന. അപ്പോൾ ലോങ് ധൈര്യമായിട്ട് കൊണ്ടുപോകാം, പക്ഷെ ഒരു പ്ലാൻ വേണം. ഏറ്റവും നല്ലത് ഞാൻ നോക്കിയിട്ട് ഈ പറഞ്ഞ മെഴ്സിഡസിന്റെ ഷോറൂമുകൾ എല്ലായിടത്തും പല സ്ഥലത്തും ഉണ്ടല്ലോ. അവിടെയാണെങ്കിൽ നമുക്ക് ആ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാം. അവരുടെ ഇപ്പം വാഷ്റൂം ചെയ്യാം, അവർ ചിലപ്പോൾ ഡ്രിങ്ക്സോ കുക്കീസൊക്കെ നമുക്ക് തന്നു. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ കോഴിക്കോടുണ്ട്, മംഗലാപുരത്തുണ്ട്, ഇങ്ങനെ മെയിൻ സിറ്റീസിലെല്ലാം ഉണ്ടല്ലോ. ഇപ്പം കോട്ടയത്ത് വരെ വന്നു. പെട്ടെന്ന് ചാർജിങ് ചെയ്യാം. പെട്ടെന്ന് അത് 60, അവിടെ 60 ഉള്ളായിരുന്നു. ഇനി അല്ലേ പോലും നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വെയിറ്റ് ചെയ്യാൻ, അത് കൂടുതൽ പ്രീമിയം ഫെസിലിറ്റി കൊടുത്തും കിട്ടത്തില്ലല്ലോ. അപ്പോൾ അവരുടെ ഫിച്ച് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അപ്പോൾ സാധാ ആപ്പ് പോലെ മറ്റേ സോളാർ മോഡൊക്കെ പോലെയുള്ള ആപ്പുകൾ പോലെ നമ്മൾ പൈസ ഇടുക ചെയ്യാം. ഇപ്പോൾ അവരുടെ ഏത് ഡീലറിൽ നിന്ന് എടുത്താലും ബ്രിഡ്ജ് വൈസും കോസ്റ്റൽ സ്റ്റാറും കേരളത്തിൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു.
അപ്പോൾ ഏതാണെങ്കിലും അവർ തരും. അപ്പോൾ നമ്മൾ ലോങ് റൈഡിന്റെ എക്സ്പീരിയൻസ് കേട്ടു. അതേപോലെ തന്നെ സാർ ഇത് നല്ല ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ടുള്ള ഒരു വണ്ടി കൂടെയാണല്ലോ. അപ്പോൾ ഫീച്ചേഴ്സ് ലോഡഡ് ആണ്. പക്ഷേ ഫീച്ചേഴ്സ് ലോഡ് എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു 21 ലക്ഷം 30 ലക്ഷം രൂപയുടെ സാധാരണ വണ്ടിക്കകത്ത് ഈ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഓട്ടോ പാർക്കിംഗാണ്. അത് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ ലൈൻ ഇട്ടിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ കൃത്യമായിട്ട് വണ്ടി കിടക്കുന്നിടത്ത് കൃത്യമായിട്ട് ഇത് പാർക്ക് ചെയ്തോളും. ആ കറക്റ്റ് ലൈനുള്ളിൽ പാർക്ക് ചെയ്തോളും. അല്ലാത്തടത്ത് ആ ഇടയുടെയൊക്കെ അനുസരിച്ച് ഇതിനൊരു ഇടയുണ്ട്. ആ ഒരു ഇത് സെൻസ് ചെയ്യുന്ന പോലെ അങ്ങനെ പാർക്ക് ചെയ്യും. അഡാസിന്റെ പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ ഈ ഓട്ടോ ബ്രേക്കിംഗ് ഒരു ശല്യം തന്നെയാണ് ഇവിടുത്തെ ഡ്രൈവർ. പിന്നെ നല്ല ഡ്രൈവർമാരാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും. കാരണം ഞാൻ അത്ര വലിയൊരു നല്ല ഡ്രൈവർ അല്ല, അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ അടിക്കുന്നത്, ചാടി പിടിക്കുന്നത്. കാരണം കറക്റ്റായിട്ട് ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിക്കുകയില്ല. കാരണം ബ്രേക്ക് പെഡലിൽ കാലുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഇത് വർക്ക് ചെയ്യത്തില്ല. അത് മാനുവലായിട്ട് തന്നെ ബ്രേക്ക് ആവുള്ളൂ. ഇല്ലെങ്കിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പലപ്പോഴും പ്രശ്നം വരാറുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ അടിച്ചങ്ങ് നിൽക്കുക. അപ്പം പുറകെ വരുന്ന ഈ സ്പീഡിൽ വരുമ്പോഴാണെങ്കിൽ അതൊരു വിഷയം. പിന്നെ ഓഫ് ചെയ്ത് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്, അതില്ലായിരുന്നു. അപ്ഡേഷനിൽ വന്നിട്ടുണ്ട്, ഇപ്പോൾ ഓഫ് ചെയ്ത് ഇടാം. അപ്പം വണ്ടി എടുത്തിട്ട് കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ ഒരു 7000 കിലോമീറ്റർ ജേർണിയിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫാക്ടറി ആണ് അല്ലേ? ഒരു കംപ്ലൈൻസും അങ്ങനെ പറയാനില്ല ഇതിനകത്ത്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നതായിട്ടോ അങ്ങനെ യാതൊന്നുമില്ല. ഫീലിംഗ് പ്രൈഡ് അല്ലേ? അതെ, ഏറ്റവും പ്രധാനമായിട്ടുള്ള തീർച്ചയായിട്ടും നമ്മൾ എവിടെ പോയാലും നമ്മുടെ ഒരു ഐഡന്റിറ്റി എന്ന് അതെ, ഇതിന്റെ ആ ബ്രാൻഡിന്റെ വിലയാണ് മുഖ്യം. തീർച്ചയായിട്ടും എപ്പോഴും ബ്രാൻഡിന് ഒരു വാല്യൂ ഉണ്ടല്ലോ. ഒരു കാര്യമുണ്ട്, നമ്മളൊരു ബ്രാൻഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കും അതിന്റെ ഒരു പ്രൈഡ് ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു 7000 കിലോമീറ്റർ ജേർണിയുടെ EQ 250+ ബെൻസ് മെർസിഡീസ് 8000 അടുത്തായി. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ആണ് കേട്ടത്. അപ്പം ഫ്രാങ്ക്ലി സാറെല്ലാം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നെഗറ്റീവ്, പോസിറ്റീവ്, കംഫോർട്ട് ലൈന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്നാണെങ്കിലും എനിക്ക് തോന്നുന്നു 250+ൻ്റെ ബെൻസിൻ്റെ ഒരു യൂസർ റിവ്യൂ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു നമ്മുടെ ചാനലകത്ത്. ഓൾ ഇന്ത്യ വൈഡ്സ് നോക്കുവാണെങ്കിൽ പോലും വേറെ അധികം റിവ്യൂസ് ഒന്നും വന്നിട്ടില്ല. അതിനെന്നാണെങ്കിൽ അതിൻ്റെ ബീങ് പാർട്ട് ഓഫ് ദാറ്റ് എനിക്കത് ആകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എന്നാണെങ്കിലും ഈ വണ്ടി നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്ന ജോസ് സാറിനും അതേപോലെ തന്നെ എസ്പെഷ്യലി ഫ്രണ്ട് കൂടെ ദീപക് സാറിനും കൂടെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്നാണെങ്കിലും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതും വരെ ദിസ് ഇസ് ജിഷ്വാർ മര സൈനിങ് ഓഫ്. സാറേ താങ്ക് യു.